കരുവാരക്കുണ്ടിൽ കടുവയും യുവാവും റോഡിൽ നേർക്കുനേർ. മണിക്കനാമ്പറമ്പിൽ ജെറിനാണ് റോഡിൽ കടുവയെ കണ്ടത്. വയനാട് പുൽപ്പള്ളിയിലും ടൗണിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. ശനിയാഴ്ച രാത്രിയിലെ ദൃശ്യം ഇന്നാണ് പുറത്തു വന്നത്. സുഹൃത്തിനൊപ്പം ജീപ്പിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു ജെറിൻ. കരുവാരക്കുണ്ട് ആർത്തല എസ്റ്റേറ്റിന് സമീപം എത്തിയപ്പോഴാണ് റോഡിൽ കടുവയെ കണ്ടത്. മുപ്പത് സെക്കൻഡോളം കടുവയും ജെറിനും നേർക്കുനേർ നിന്നു. കടുവ പിന്നീട് കാട്ടിലേക്ക് പോയതോടെ യാത്ര തുടർന്നു. പ്ലാന്റേഷൻസ് മുറിഞ്ഞിട്ട് കൃഷിയൊന്നും ചെയ്യാതെ അങ്ങനെ കാട് പിടിച്ച് നടക്കുന്ന ഒരു ഏരിയ ആണ് അവിടെ. എന്തൊരു സാധനം പെട്ടെന്ന് അങ്ങനെ ക്രോസ് ചെയ്യുന്നത് പോലെ അങ്ങനെ അനുഭവം കിട്ടും. അപ്പൊ ഇത് കണ്ടിട്ട് ഈ വളവ് ഒരു കയറ്റം കൂടി ആയിരുന്നുകൊണ്ട് ഞാൻ ആ ജീപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ശ്രദ്ധിച്ചു എന്താണെന്നറിയില്ല, വന്യമൃഗങ്ങൾ എന്തെങ്കിലും ആണോ എന്നറിയാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇതിനെ ഞാൻ കാണാൻ കഴിയുന്നത്. വയനാട് പുൽപ്പള്ളി ടൗണിൽ കടുവയിറങ്ങിയതായി നാട്ടുകാർ പറയുന്നു. ഈ സാഹചര്യത്തിൽ പ്രദേശത്തെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തി. 24 മലപ്പുറം. തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന കട തകർത്തു. അതിരപ്പള്ളി പഞ്ചായത്തിന് സമീപമുള്ള വിശ്വനാഥന്റെ കടയാണ് ആന തകർത്തത്. രാത്രി 12 മണിയോടെയാണ് 5 ആനകൾ മേഖലയിലെത്തിയത്. പ്രദേശത്ത് കാട്ടാനക്കൂട്ടം എത്താറുണ്ടായിരുന്നുവെങ്കിലും കട ആക്രമിക്കുന്നത് ആദ്യമായാണെന്ന് വിശ്വനാഥൻ പറഞ്ഞു. ഇന്നലെ രാത്രി 12 മണിക്ക് ഷെഡ് മിഷീനെല്ലാം തള്ളി മറിച്ചിട്ടാണ് ഞങ്ങൾ രാത്രി ഒന്ന് നിർത്തി വെച്ചതല്ലാണ്. ഇത്രയും നാളായിട്ട് ഇവിടെ ആന ഷെഡ് വിളിച്ചിട്ടുണ്ടായില്ലേ, ആദ്യമായിട്ടാണ്.